കെ സുധാകരന്റെ ഫേസ്ബുക്ക് കുറിപ്പിനെ കുറിച്ച് എന്താണ് ഇന്നലെ സതീശൻ പറഞ്ഞത്? രാത്രിയിലെ ആ പ്രതികരണം ഓർമ്മയില്ലേ? ഇതുപോലൊരു നുണയനെ ഇനി ഈ ഭൂമുഖത്ത് സൃഷ്ടിച്ചെടുത്താൽ പോലും കിട്ടില്ല. നോക്കേ, ആ ഫേസ്ബുക്ക് കുറിപ്പ് പുറത്തു വന്നതിന് പിന്നാലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സുധാകരൻ തനിക്ക് കണ്ണൂർ സീറ്റ് നൽകില്ല എന്ന് അറിയിച്ചതോടെ എപ്പോ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ കണ്ണൂർ സീറ്റിൽ മത്സരിക്കാൻ അവസരം തരാം, അതുകൊണ്ട് ഇപ്പോൾ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറണം, ഇങ്ങനെ ഒരു നുണ വാഗ്ദാനം സതീശൻ കൊടുത്തതിൽ അറിയാതെ നിഷ്കളങ്കനായ ഗിർ സുധാകരൻ എടുത്ത് ചാടിയ അദ്ദേഹം ഇപ്പോ സമയമെത്തിയപ്പോൾ എനിക്ക് തന്ന ആ വാക്ക് പാലിക്കൂ എന്ന ആവശ്യവുമായിട്ട് ഡൽഹി ചെന്നപ്പോഴാണ് സതീശൻ എന്തോ പൊക്കി കാണിച്ചു എന്നേ ഞാൻ അറിഞ്ഞുള്ളൂ. അത് ബാക്കി എന്താണെന്ന് എനിക്കറിയില്ല. ആ പൊക്കി കാണിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത ഫ്ലൈറ്റും പിടിച്ച് നേരെ കണ്ണൂരിലെത്തി വീട്ടിൽ കയറി ബെഡ്റൂമിലെ തലയണെ കെട്ടിപ്പിടിച്ച് നിലവിളി എന്ന് പറഞ്ഞാൽ ഇതുവരെ ആ നിലവിളി നിർത്തിയിട്ടില്ല. ആ നിലവിളി പുറത്തു വരുമ്പോൾ അവിടെ കണ്ണൂരിലെ അദ്ദേഹത്തിന്റെ അനുയായികൾ യഥേഷ്ടം കയറുന്നു, പല പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് സതീശന്റെ ഇന്നലത്തെ ആ വിഖ്യാത പ്രതികരണം. അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ പോലും ആർക്കില്ലത്രേ, സുധാകരൻ ഇല്ലത്രേ. കണ്ടേ, ഞങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന് അറിയില്ല അങ്ങനെ ഒരു ഫേസ്ബുക്ക് ഉള്ള കാര്യം. അത് അദ്ദേഹം അന്വേഷിക്കാമെന്നാണ് പറഞ്ഞത്. ഞങ്ങളോട് പറഞ്ഞത് അദ്ദേഹം അറിഞ്ഞിട്ടില്ല, അദ്ദേഹം അന്വേഷിക്കുമെന്നും പറഞ്ഞത്. അതായത് സതീശൻ പറഞ്ഞു വെക്കാൻ ശ്രമിച്ചതെന്താണ്? വെറും കിഴങ്ങനാണ്, അല്ലെങ്കിൽ വെറും പോഴനാണ്, ഒരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനുള്ള കഴിവില്ല, എഴുത്തും വായനയും പോലും അറിഞ്ഞുകൂടാത്ത ഈ കിണ എങ്ങനെയാണ് സോഷ്യൽ മീഡിയ പോസ്റ്റ് എഴുതുന്നത്? അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ഒന്നും അങ്ങേർക്കില്ല, അത് വേറെ ആരോ ആണ് എഴുതിയത്. അങ്ങേർക്ക് ഇങ്ങനെയൊന്നും എഴുതാനൊന്നും അറിഞ്ഞുകൂടാ, എഴുത്തും വായനയും അറിഞ്ഞുകൂടാത്ത വെറും ഒരു പാഴ് ലീഡറാണ് എന്നൊരു അഭിപ്രായം സതീശന്റെ ആ വാക്കുകൾക്കകത്ത് അന്തർലീനമാണ്. അതുകൊണ്ടാണ് ഇന്നിപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുധാകരനോട് അന്വേഷിച്ചിട്ട് മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്ത ഈ പ്രതികരണം ഒന്ന് കേട്ടെ. അതായത് സതീശൻ നട്ടാൽ കുരുക്കാത്ത നുണ ആ സോഷ്യൽ മീഡിയയെ കുറിച്ചും പറഞ്ഞു എന്നുള്ളതിന്റെ തെളിവാണ് ഈ റിപ്പോർട്ടിംഗ്. റോഷിപാൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനെ പൂർണ്ണമായും തള്ളുകയല്ലേ കെ സുധാകരൻ? അരുൺകുമാർ, പ്രതിപക്ഷ നേതാവ് സാമൂഹ്യ മാധ്യമത്തിൽ കെ സുധാകരൻ വൈകാരികമായി എഴുതിയ കുറിപ്പ് അത് കെ സുധാകരന്റെ അറിവോടെയല്ല എന്നാണ് പറഞ്ഞത്. അത് പൂർണ്ണമായും തള്ളുകയാണ്. കേട്ടല്ലോ. അപ്പോ ഇന്നലെ രാത്രി പറഞ്ഞത് വെറും പച്ച നുണ, അങ്ങനെ ഒരു പോസ്റ്റിനെ കുറിച്ച് തനിക്ക് അറിയില്ലെന്ന് സതീശനോട് ആര് പറഞ്ഞു? സുധാകരൻ പറഞ്ഞു എന്നാണ്. ഒന്ന് ആലോചിക്കണേ. ഒരു വ്യക്തിയോട് സംസാരിക്കാതെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ആധികാരികമായിട്ട് അങ്ങ് നുണയടിച്ചങ്ങ് വിടുകയാണ്. എന്നിട്ടത് താൻ തന്നെയാണ് എഴുതിയത്, അത് എൻ്റെ ഫേസ്ബുക്ക് ID തന്നെയാണെന്ന് സുധാകരന് പറയേണ്ടി വന്നു. എനിക്ക് എഴുത്തും വായനയൊക്കെ അറിയാം, എനിക്ക് പോസ്റ്റ് ഇടാനൊക്കെ അറിയാം, ഞാൻ തന്നെയാണ് എഴുതിയത് ആ പോസ്റ്റ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ വീണ്ടും സതീശനിലേക്ക് മറു ചോദ്യവുമായിട്ട് മാപ്രകൾ എത്തിയപ്പോ ഇന്ന് സതീശന്റെ ഉരുണ്ട് കളി ഒന്ന് കണ്ടേ. താങ്കൾ വീണ്ടും കള്ളം പറയുകയാണ്. അതായത് താങ്കൾ ഇന്നലെ പറഞ്ഞത് സുധാകരൻ നല്ല പോസ്റ്റ് ഇട്ടതെന്നാണ്. അല്ല, അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ അദ്ദേഹം പറയുന്നത് അദ്ദേഹം തന്നെ പോസ്റ്റ്. അതാ എനിക്കറിയില്ല. ഇന്നലെ പറഞ്ഞ അതല്ല. അതെനിക്കറിയില്ല. കണ്ടോ, കണ്ണു തുറന്ന് കണ്ടോ? ഞങ്ങൾ പറഞ്ഞ വാചകങ്ങളിൽ എവിടെയാണ് നുണ എന്ന് നിങ്ങൾ പറയും? ഏതെങ്കിലും ഒരു നേതാവിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഈ കാണിച്ച 3 സ്റ്റേറ്റ്മെന്റുകളിൽ എന്തെങ്കിലും നുണയുണ്ടോ? 3 സിറ്റുവേഷനിൽ സംഭവിച്ച കാര്യത്തെ കോർത്തിണക്കി നിങ്ങളുടെ മുന്നിൽ കാട്ടിത്തരികയാണ്. ആരാണ് കപടൻ, ആരാണ് നുണയൻ? വാ തുറന്നാൽ ഒരു സത്യം പോലും പറയാത്ത കേരള രാഷ്ട്രീയത്തിലെ സഞ്ചരിക്കുന്ന നുണവണ്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് സതീശനെ വിളിക്കാം. അങ്ങനെ സ്വന്തം കാര്യസാധ്യത്തിനും കസേര നേട്ടത്തിനും വേണ്ടി എല്ലാ വിഷയത്തിലും സ്വന്തം പാർട്ടിക്കാരെയും അല്ലെങ്കിൽ സ്വന്തം രാഷ്ട്രീയത്തിലുള്ളവരെ പോലും അദ്ദേഹം റദ്ദാക്കി കളയാൻ, അവരുടെ പ്രതിഷേധങ്ങളെ ഇല്ലാതാക്കി കളയാൻ പച്ച നുണ പറയുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ? ഇനി നിങ്ങൾ പറയൂ, ഇതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സൽസ്വഭാവിയായിട്ടുള്ള മാന്യനായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരൻ? ഇങ്ങനെ ഒരു നുണ പറയുന്ന വ്യക്തി ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ സത്യം പറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ നിങ്ങളെപ്പോലൊരു മൂഢൻ ഈ ലോകത്തിലില്ല എന്ന് പറയേണ്ടി വരികയാണ്. അതുകൊണ്ടാണ് കെ സുധാകരന്റെ പ്രതിഷേധം അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചപ്പോൾ അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇല്ല, വെറും കിളി പറന്ന കേസാണ്, അത് എഴുതാൻ ശേഷിയില്ല എന്ന് അന്തർലീനമായ അർത്ഥത്തിൽ പറഞ്ഞതിന് ശേഷം ഏറ്റവും ഒടുവിൽ ഇന്നത്തെ ഒരു വാചകം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. സുധാകരനേക്കാൾ വലുതാണ് കണ്ണൂർ, അതുകൊണ്ട് അവിടെ കിടന്ന് മോങ്ങി അതങ്ങ് അടങ്ങിക്കോളും എന്ന രീതിയിൽ ഒരു സെന്റൻസ് കൂടി അദ്ദേഹം പറഞ്ഞു നിർത്തുന്നുണ്ട്. അതിൽ എല്ലാമുണ്ട്. കണ്ണൂരിനോടുള്ള ഒരു വികാരപരമായ കാര്യമാണ്. അവിടെ ഒരുപാട് ആളുകൾ കൊല ചെയ്യപ്പെട്ടത് കണ്ണൂർ അസംബ്ലി മണ്ഡലത്തിൽ മാത്രമല്ല, കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ മാത്രമല്ലല്ലോ,
ആ ജില്ലയിലെ ഒട്ടാകെയുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോരുത്തർക്ക് ഓരോ രീതിയിൽ അതിന് വ്യാഖ്യാനം കൊടുത്ത് ഇന്നലത്തെ ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം ചെയ്യാം, അത്രയല്ല. അല്ലെ അതിന്റെ അപ്പുറം ഒന്നുമില്ല. എനിക്ക് അത്രേ അത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല.